എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ വരും. 16ാമത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ട ഭവന നിർണയവും ഭവന സെൻസസും രാജ്യത്ത് ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 8ഓളം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് ഇതിൻ്റെ കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയുള്ള 30 ദിവസമാണ് ഒന്നാം ഘട്ട കണക്കെടുപ്പ്. കർണാടക, ഗോവ, മിസോറാം, ഒഡീഷ, സിക്കിം, കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലക്ഷദ്വീപ്, ആൻഡമാൻ, ഡൽഹി NDMC ഏരിയ, കന്റോൺമെന്റ് ബോർഡ് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഫീൽഡ് തല വിവരശേഖരണം നടക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സെൻസസ് നടക്കും. പ്രധാനപ്പെട്ട 33 ചോദ്യങ്ങളാണ് ഇതിലുണ്ടാകുക. വീടിന്റെ അവസ്ഥ, അതായത് വീട്ടിലുള്ള സൗകര്യങ്ങൾ, ശുദ്ധജലം, വൈദ്യുതി, ശൗചാലയം, വീട്ടിന്റെ ആസ്തി, അതായത് വാഹനം, ഇന്റർനെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പ്രധാനപ്പെട്ട 33 ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടി വരിക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സമ്പൂർണ്ണമായി ഡിജിറ്റൽ സെൻസസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഉദ്യോഗസ്ഥർ മൊബൈൽ ആപ്പ് വഴിയായിരിക്കും വിവരങ്ങൾ ശേഖരിക്കുക. ഇതിനു മുമ്പ് സെൽഫ് എന്യൂമറേഷൻ നൽകാനുള്ള ഒരു അവസരം നേരത്തെ നൽകിയിരുന്നു. കേരളത്തിൽ അതിൻ്റെ അവസരം വരുന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് സ്വന്തമായിട്ട് വിവരങ്ങൾ നൽകാവുന്നതാണ്. ഈ സംവിധാനം ഉപയോഗിച്ചവർക്ക് ആ സമയത്ത് ലഭിച്ചിട്ടുള്ള SCID ഉദ്യോഗസ്ഥർ വരുമ്പോൾ കാണിച്ചാൽ മതിയാകും എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. കേരളത്തിലെ സാഹചര്യം ഇങ്ങനെയാണ്. സെൽഫ് എന്യൂമറേഷൻ, അതായത് സ്വന്തമായിട്ട് വിവരങ്ങൾ നൽകാനുള്ള അവസരം ജൂൺ 16 മുതൽ ജൂൺ 30 വരെ നടക്കുന്നതാണ്. ഓൺലൈൻ പോർട്ടൽ വഴി സ്വന്തമായി ഈ സമയത്ത് വിവരങ്ങൾ നൽകാവുന്നതാണ്. ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നെല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണ്. നേരിട്ടുള്ള വിവരശേഖരണം, അതായത് HLO പോഷ് ജൂലൈ 1 മുതൽ 30 വരെയുള്ള 30 ദിവസമാണ് കേരളത്തിൽ നടക്കുക. നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് എന്യൂമറേഷൻ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാത്തവരുടെ വിവരശേഖരണമാണ് വീടുകളിൽ എത്തിയിട്ട് നടക്കുക. അപ്പോൾ ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് SCID കാണിച്ചാൽ മാത്രം മതിയാകും. സെൻസസ് ആണ്. വീടുകളുടെ വിവരശേഖരണവും വീടുകളുടെ സെൻസസുമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ജനസംഖ്യയും ജാതിയും കണക്കെടുക്കുന്ന രണ്ടാം ഘട്ടം 2027 ഫെബ്രുവരി മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ജനസംഖ്യ കണക്കെടുപ്പും അതുപോലെ തന്നെ ജാതി സെൻസസും വീടുകളുടെ കണക്കെടുപ്പൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് സെൽഫ് എന്യൂമറേഷൻ നൽകാനുള്ള ഒരു അവസരം ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 15 മുതൽ ജൂൺ 30 വരെയാണ് അവസരം ഉണ്ടാകുക. ആ സമയത്ത് സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് സമർപ്പിക്കാം. ഇല്ല എങ്കിൽ ഉദ്യോഗസ്ഥർ വരുമ്പോൾ നേരിട്ട് വിവരങ്ങൾ നൽകാം. അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഭാവിയിലുള്ള എല്ലാ കാര്യത്തിനും നമുക്കറിയാം 2011 സെൻസസ് പ്രകാരമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള സഹായങ്ങളെല്ലാം ലഭിക്കുന്നത്. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണോ മുകളിലാണോ എന്നൊക്കെ തീരുമാനിച്ചിട്ടുള്ളതൊക്കെ ആ ഒരു സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. അതിലൊരു മാറ്റം വരണമെങ്കിൽ പുതിയ സെൻസസ് നടക്കേണ്ടതുണ്ട്. പുതിയ സെൻസസ് പ്രകാരം നമ്മുടെ രാജ്യത്തെ കൃത്യമായിട്ടുള്ള ജനസംഖ്യയും ജാതിയും അതുപോലെ തന്നെ വീടുകളുടെ കണക്കെടുപ്പും എല്ലാം നടന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റും നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നൽകേണ്ട വിവരങ്ങൾ കൃത്യമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഈ മാസം ഇനിയില്ല. ഏപ്രിൽ മാസത്തിൽ ക്ഷേമ പെൻഷൻ ഇല്ല. അടുത്ത മാസത്തിലാണ് ഇനി ക്ഷേമ പെൻഷൻ ലഭിക്കുക. 20-ാം തീയതിക്ക് ശേഷം ആലോചിച്ചാൽ മതി 2000 രൂപ ലഭിക്കുന്നത്. അങ്ങനെയാകും. അല്ലാതെ അതിനു മുമ്പ് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ.